കൊച്ചു പെൺകുട്ടികളുടെയും കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണെന്ന്. ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, 100% ഇല്ല. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്ന പൊട്ടന്മാരും ഊളന്മാരോടും കൂടിയാണ് പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്നതില്ല, കൃഷ്ണൻ എന്ന് പറയുന്നതില്ല, അള്ളാഹു എന്ന് പറയുന്നത്, ഇങ്ങനെ അതിൻ്റെ പേരിൽ തമ്മിത്തല്ലേണ്ട ആവശ്യമേ ഇല്ല. ഈ അപകടം തന്നെ നമുക്ക് അതിനൊരു തെളിവാണ്. ഒരിക്കലുമില്ല. ഇപ്പം ദൈവം ഇല്ലെന്ന് മാത്രമല്ല, മാതാപിതാക്കളോ സ്വന്തം മകൻ പോലും ആ സമയം 13 വയസ്സുള്ളൊരു പയ്യൻ പോലും അവരെ ഹെൽപ്പ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ തള്ളയുടെ കൂട്ടത്തിൽ ഞാൻ എവിടെ വേണം നോക്കി കഴിഞ്ഞാൽ ആ ചെറുക്കന് ആ മകന് ഇവരുടെ കൂട്ടത്തിൽ അവൻ നിന്നാൽ മതിയായിരുന്നു, ഇവർ സ്ട്രോങ് ആയാനെ. അവൻ ഊളായി. അവനും ആ പെട്ടിവനും ആത്മഹത്യ ചെയ്ത അവന്മാർ മരിക്കണം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരിന് എങ്ങനെ ജീവിക്കും? അവൻ നോബിന്ന് പറയുന്ന ചേട്ടയാകും പോട്ടെ, ആ ചെറുക്കൻ അവന് ഒന്നും ആകാൻ പറ്റത്തില്ല. അവന് ജീവിതത്തിൽ ഒരിക്കലും അവനൊന്നും ആകാനും പറ്റത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ അവന് ഒന്നെങ്കിൽ അവൻ മന്ദബുദ്ധിയാണെങ്കിൽ ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഇതായെന്ന് വരും. പക്ഷെ അവന് നോർമൽ ബുദ്ധിയും ഒരിതൊക്കെ ആണെങ്കിൽ അവൻ കുറ്റബോധം കൊണ്ട് അവന് ഒരിക്കലും ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അവൻ ആ 13 വയസ്സുള്ള ആ ചെറുക്കൻ സ്ട്രോങ് ആയിട്ട് തള്ളയുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇവരൊന്നും ആ തള്ളയ്ക്ക് ജീവിക്കാനുള്ളൊരു ബലമായതിന്, മുന്നോട്ട് പോകാനുള്ളൊരു ബലം അത് കൊടുത്തില്ല. തന്ത കുര്യാക്കോസ് അവൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ നേറിയവൻ. അവൻ ചിരിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂവിലൊക്കെ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇവർ ഇത്രയും നാൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ടത്. അവർ ഇത്രയും നാൾ ജീവിച്ചത് ആ ഷൈനി എന്ന് പറയുന്ന ഒരാളുടെ കാലിബർ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. അതായത് ഷൈനി ആയതുകൊണ്ടായിരിക്കും ഇത്രയും നാൾ ജീവിച്ചത്. അല്ലെങ്കിൽ ഇതുപോലെ 2 കുടുംബത്തിലേ. അതുകൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ അത് ദൈവം എന്ന് പറയുന്നൊന്നും ഇല്ല. ഇത്രയും പട്ടിയും പൂച്ചയും ജനിക്കുന്ന പോലെ മനുഷ്യൻ ജനിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു പരിണാമത്തിൻ്റെ ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ തോന്നുന്നത്, ഞാൻ പള്ളിയിലും കോപ്പിലും ഒന്നും ഇപ്പം ഞാൻ പോയിട്ട് 2-3 വർഷമായിട്ടുണ്ട്. ഇതൊക്കെ ഇതാണ്. അതായത് ഫാമിലിക്കകത്തുള്ള ഈഗോയും പ്രശ്നവും തന്നെയാണിത്. അവൻ ബോബി എന്ന് പറയുന്നത്, അവന് അവിടുന്ന് യാത്രയയപ്പും കൊടുത്ത് ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ യാത്രയയപ്പ് കൊടുത്തു വിട്ടുന്നു. എന്നാന്ന് ചോദിച്ചാൽ അവിടുത്തെ കുറേ അവന്മാരുടെ പെണ്ണുപിള്ളമാരെല്ലാം ഇവൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ പെണ്ണുപിള്ളമാർക്കൊന്നും കെട്ടിയവന്മാർ അവന്മാർക്ക് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അവളുമാർക്ക് ഇവനെ മുത്തിച്ചിട്ട് ഇവൻ്റെ ഏറ്റവും കൂടുതൽ ഇവൻ്റെ ഇവിടെ റൂമിലുള്ളത് ബൈബിളും പ്രാർത്ഥനാ പുസ്തകമൊന്നുമല്ല, കൊച്ചു പുസ്തകവും ബ്ലൂ ഫിലിംസ്